ജനനായകൻ HD പ്രിൻ്റ് ലീക്കായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലൊന്നും വന്ന് കാണില്ല. എവിടെയോ ഇറങ്ങി കറങ്ങുന്നുണ്ട്. കറങ്ങി നിങ്ങൾക്ക് പരിചയമുള്ളിടത്തൊക്കെ വരും. അപ്പോൾ അത് ജനുവരി 9 ഇറങ്ങാനുള്ള സിനിമയായിരുന്നു. ഇപ്പം 4 മാസം കഴിഞ്ഞ് 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി പടത്തിൻ്റെ HD പ്രിൻ്റ് ലീക്കാക്കിയതാണോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ വിജയുടെ സിനിമയെന്ന് പറയുന്നത് നമ്മളതിൻ്റെ കഥാമൂല്യവും അതിൻ്റെ ഇതൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല വിജയുടെ പടം നമ്മൾ കാണുന്നത്. നമ്മൾ തിയേറ്ററിൽ പോകുന്നു, വിജയ് കാണുന്നു, വിജയുടെ ഒരു എനർജി ലെവൽ, വിജയുടെ പോസിറ്റിവിറ്റി, ഓറ, സ്വാഗ്, 5 പാട്ട്, 5 ഫൈറ്റ്, 5 ഡാൻസ്, ഒരു സെലിബ്രേഷൻ. അത് തിയേറ്ററിൽ നിന്ന് കണ്ടാലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അതിന് ഈ പടം അപരാധമാണോ അല്ലയോ അതൊക്കെ രണ്ടാമത്തെ കേസ്. എന്ത് അപരാധം തേങ്ങയാണെങ്കിലും വിജയുടെ പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ, റിലീസിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതാണ് വിജയുടെ സിനിമയുടെ പ്രത്യേകത. അത് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അത് നിങ്ങളുടെ 6 ഇഞ്ച് മൊബൈൽ ഫോൺ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് മാത്രമല്ല, അത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമ എത്രയോ കോടി രൂപ മുടക്കിയെടുത്ത സിനിമയല്ലേ, അങ്ങനെ കാണരുത്. നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ, അയ്യോ വിജയുടെ പടം എത്ര ദിവസം കൊണ്ട് നമ്മൾ ഒരു വിജയുടെ പടം പോയി കണ്ടിട്ട് എത്ര ദിവസമായി എന്നുള്ളത് ഇതിട്ട് നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവും. ഒന്ന് കണ്ടു നോക്കാമെന്ന്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. അത് എന്തായാലും ഈ മാസം തന്നെ അത് തിയേറ്ററിൽ റിലീസാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം വേറെ ഒന്നും സംഭവിക്കാനില്ല. എല്ലാവരുടെയും വിരൽ തുമ്പിൽ സാധനം എത്തിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും റിലീസാക്കാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. മിക്കവാറും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് തിയേറ്ററിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പോയി കാണുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനിത് ജനനായകൻ്റെ ലീക്ക്ഡ് പ്രിൻറ്റിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല ഞാൻ തമ്മിൽ വെച്ചിരിക്കണം. ഒന്നുകൂടെ നോക്കി നോക്കുക. TN 2026 എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വിജയ് കളിയാക്കി വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കൊലവിളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സിനിമയാണ് എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. സിനിമയുടെ ട്രെയിലറിൽ തന്നെ വിജയ് ഊക്കിയാണ് മൊത്തം പോയിക്കുന്നത്, ഞട്ടി. അങ്ങനെ ഈ പടം പോയി കണ്ടറേ. നിങ്ങൾ സ്പൂഫോ കളിയാക്കിയോ കിളത്തിയോ എന്ത് വേണോ എടുത്തോ, വൃത്തിക്കിടറേ. ഇത് എന്ത് കാട്ടപരാധം കാണിച്ച് വച്ചിക്കണമെന്ന് ഇത്ര 2-2.25 മണിക്കൂർ ഒരു കാര്യമില്ലാതെ ഒരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നഖവും കടിച്ച് തീർക്കുക എന്ന് പറയണത് അതിരി അപരാധമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നട്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പലയിടത്തും ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു മൊണ്ണേഷായിട്ടുള്ള ഒരുത്തൻ തമിഴൊക്കെ സംസാരിക്കണതിനകത്ത് കമ്മത്തിലെ മമ്മൂട്ടിയും ദിലീപും സംസാരിക്കും പോലത്തെ ഒരു തമിഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുത്തന്നെ തമ്പി രാമയുടെ ക്യാരക്ടർ വളർത്തി വലുതാക്കി അയാളിൽ ഒരു MGR ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാറാക്കി, പിന്നെ പൊളിറ്റിക്സിലിറക്കി, അത് പിന്നെ എങ്ങോട്ട് പോകുന്നെന്നുള്ളതാണ് സിനിമ. ഇത് തീർച്ചയായിട്ടും വിജയ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ വിജയുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളെയും എടുത്ത് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഇതിലെ കഥാപാത്രത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നടനെ ഒരു മൊണ്ണേഷാക്കിയും വെച്ചിട്ടുണ്ട്. ഇത് വിജയുടെ തൃശയായിട്ടുള്ള ഇൻസിഡൻറ്റ്, പൊളിറ്റിക്കൽ പ്രവേശനം, സിനിമ ഈ സിനിമയ്ക്ക് സെൻസർ ബ്ലോക്ക് ചെയ്ത് 4 ദിവസം മുമ്പ് സെൻസർ ബ്ലോക്ക് ചെയ്തത് വരെ ഈ സിനിമയിൽ അവർ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡിവോഴ്സ് ആയിട്ടില്ല, ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. രാഷ്ട്രീയ പ്രവേശനം 50 വയസ്സാകുമ്പോഴാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തേണ്ടത്. 70 വയസ്സാകുമ്പോൾ ആരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലാതെ കൊണ്ടൊക്കെ നമ്മുടെ തമ്പി രാമയ്യൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നട്ടിയുടെ ക്യാരക്ടറിൽ. അപ്പം ഇത് കറക്റ്റായിട്ട് വിജയെ റെഫർ ചെയ്ത് തന്നെ ഇറക്കിയത്. എന്നാൽ വിജയെ അങ്ങ് ടാർണിഷ് ചെയ്ത് കളഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവമാർക്ക് ഒരു ബാലൻസിങ് പിടിക്കണം. അവിടെ ഇവിടെ തൊടാതെ പോകണം. ഒരു സൈഡിൽ കൂടി ഇയാളെ ഊക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഇയാൾ അത്ര പ്രശ്നമൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് കൊടുക്കണം. അതായത് നമ്മൾ മലയാളത്തിലെ പ്രതിച്ഛായ എന്നുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ തുടക്കം മുതലേ ഇൻഡയറക്റ്റായിട്ട് ഒളിച്ച് കടത്തി ഉമ്മൻചാണ്ടിയെ ഊക്കി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഈ സ്ത്രീ വിഷയത്തിൽ മാത്രം ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്ന് കാണിച്ചിട്ട് ബാക്കി അഴിമതിയും കാര്യങ്ങളൊക്കെ അവിടെ അതുപോലെ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മാത്രം എന്നിട്ട് അത് കുറച്ച് പോസിറ്റിവിറ്റി ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒളിച്ച് കടത്തിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ച് വെച്ചിരുന്നത്. അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. ഇതിൽ അവിടെയും തൊടാൻ വയ്യ, ഇവിടെയും തൊടാൻ വയ്യ. എന്നാൽ വിജയ് റോസ്റ്റ് ചെയ്യാൻ വേണം, എന്നാൽ അങ്ങനത്തെ തരം താഴ്ത്തിയ ഒരു പൊളിറ്റിക്കൽ സാധനം പോകരുത് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തമ്പി രാമയ്യയുടെ മോൻ ഉമാപതി S. രാമയ്യ. ഇവന് ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സ്പൂഫ് ചെയ്യാൻ, പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മാത്രമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, വിജയ് എടുത്തിട്ട് വിജയുടെ കുറേ ഇൻസിഡൻറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സാധനങ്ങൾ എടുത്തിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കി ഇങ്ങനെ തള്ളി കൊണ്ടുപോവുക. എങ്ങനെയെങ്കിലും അവയോ ക്ലൈമാക്സ് ഒക്കെ കാണണം, അയ്യോ എന്ത് ശോകമെന്നറിയാമോ ക്ലൈമാക്സ് ഒക്കെ, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അതായത് ഞാൻ പറയാം, ഇപ്പോൾ ഒമർ ലുലു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ആയെന്ന് കാണിക്കാൻ വേണ്ടി സിനിമയ്ക്കകത്ത് കുറേ കാണിച്ചു വയ്ക്കില്ലേ, അതേപോലത്തെ ഒരു സംഭവം.
അതിൽ തമ്പിരാമ്മയെ സ്വന്തം മോൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അച്ഛൻ ഇത്തിരി നല്ല അഭിനയിക്കാനൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇയാൾ വന്ന് തുടക്കം മുതൽ തമ്പിരാമ്മയ്യരെ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റില്ല. തുടക്കം മുതലേ ഉണ്ട്. നായകനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള റോളിലാണ് തമ്പിരാമ്മയെ കൊണ്ടിട്ടിരിക്കുന്നത്. സഹിക്കാൻ പറ്റാത്ത പെർഫോമൻസ്. അതിൻ്റെ കൂടെ MS ഭാസ്കർക്ക് എന്ത് നല്ല നടനെന്നറിയാം, എന്ത് തോന്നിയാൽ എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്ത്. ഇതിൽ കോമഡി എന്ന് പറയുന്നത് ഒരിടത്ത് എനിക്കൊരു ചിരി വന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുഷ്കമാണ്. കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ സാധ്യതയുള്ള ട്രോളുകളും മറ്റതൊക്കെ എടുത്തിട്ടിട്ട് ഇത് അതാണ് കേട്ടോ റെഫർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ചിരിപ്പിച്ച് വച്ചിരിക്കും പോലത്തെ ഒരു പരിപാടി ആണ് ഇത് ത്രൂ ഔട്ട് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ റെഡിൻ കിൻസ്ലി അയാളെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോഴും എങ്ങനെയാണ് അദ്ദേഹത്തിന് സിനിമ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സിനിമയിൽ ഒന്നോ രണ്ടോ സൈഡിൽ ഉറപ്പിച്ചിട്ട് പോകണ വല്ല ക്യാരക്ടറോ ആണെങ്കിൽ കൊള്ളാം. ഇത് ത്രൂ ഔട്ടുണ്ട് റെഡിൻ കിൻസ്ലിയും. അയാളെ കൊണ്ട് കോമഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് കുറേ ഇതെന്ത് കോമഡിയാണ്, ഇത് എങ്ങനെയാണ് ആൾക്കാർ ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല റെഡിൻ കിൻസ്ലി. പിന്നെ ഉള്ളത് തലൈവാസൽ വിജയ്, അങ്ങനെ കുറച്ച് പേര്. പിന്നെ കുറേ നായികമാരുണ്ട്, അവർ വേറൊന്നും ഞാൻ പറയലടെ. 2.25 മണിക്കൂർ സഹിച്ചിരിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. 1-2 നമുക്ക് പിന്നെ ചിലയിടത്തൊക്കെ വിജയുടെ ഒരു സാധനം ഇയാൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. വിജയുടെ അതുപോലെ താടി, നടപ്പ്, ആ ഭാഗത്തിൽ ഇയാളെ കണ്ടുകൊണ്ടിരിക്കുക, നട്ടിയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളിടത്ത് കൊണ്ട് നമുക്ക് ഇത് ആ ഒരു സാധനം ഫാക്ടർ മാത്രമേ ഒരു കണക്ഷൻ ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ സ്ക്രിപ്റ്റും പിന്നെ മേക്കിംഗ് ഒക്കെ അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. മറ്റു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, അല്ലാതെ ഒരു തട്ടിക്കൂട്ട് സാധനമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റിൽ ഒരു മണ്ണാങ്കട്ട ഇല്ലാത്ത ഒരു സിനിമ. വിജയ് മാത്രമല്ല കേട്ടോ, DMK ഊക്കിയിട്ടുണ്ട്. DMK എന്തോ ചാത്തൻ സേവ നടത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങളല്ലേ ദൈവമൊന്നുമില്ല എന്നുള്ളത്. നമ്മൾ ദൈവമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ചെകുത്താൻ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇങ്ങനത്തെ കോമഡികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫാൻസിനെ വേഷ ഊക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. എലിയും പുലിയും അറിഞ്ഞൂടാത്ത ഫാൻസിൻ്റെ അടുത്ത് ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടും അടിമയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വേഷ ഒരു മീഡിയക്കാരൻ വന്ന് നിന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഊക്കി വിടുന്നുണ്ട്. അങ്ങനത്തെ 1-2 സാധനം കൊള്ളായിരുന്നു. അതല്ലാതെ ഈ സിനിമ ഞാൻ പറയാം, ഇതിൽ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പോയിലറായിരിക്കും, ഇതിൻ്റെ സാരാംശമാണ് പറയാൻ പോണത്. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള ഭാഗം അങ്ങ് വിട്ടുതരാം. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഇത് കണ്ടു നോക്കുക. അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയ അഭിനയിക്കാൻ കഴിവൊന്നുമില്ല, എന്നാൽ അദ്ദേഹം സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവുന്നു. പിന്നെ നടിമാരുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഉടായിപ്പും കാണിച്ച് ഒക്കെ വന്നിട്ട് ലാസ്റ്റ് ഈ മനുഷ്യൻ്റെ ഭാഗത്ത് അല്ല പ്രശ്നം, ഈ മനുഷ്യൻ്റെ കൂടെ നടക്കുന്നവരാണ് തെണ്ടികൾ എന്നുള്ളൊരു മെസ്സേജാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്തവും കുന്തവും ഇല്ല, എവിടെ തുടങ്ങണം എവിടെ തീരണമെന്ന് ഇവർക്ക് തന്നെ യാതൊരു ധാരണയില്ലാതെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമ. ഇത് ഞാൻ വിജയ് ഫാൻ ആയതുകൊണ്ട് ഈ പടത്തിനെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കുകയാണ് എന്ന് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ചിന്ത തോന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വെക്കുക, വേണമെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം, പോയി കണ്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.